എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ ചായക്ക് കടി ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടാണ് കേട്ടോ. ഇത് സാധാരണ നമ്മൾ പെരയിൽ ഉണക്കി പൊടിച്ച പച്ചരി കൊണ്ട് പൊടിച്ച് അതുകൊണ്ട് ഉണ്ടാക്കിയ പുട്ടാട്ടോ. പുട്ടിനായിട്ടുള്ള പൊടിയൊന്നുമല്ല. പിന്നെ കറി ഉണ്ടാക്കിയത് കടലക്കറിയാണ്. പിന്നെ ചായയും. അപ്പോൾ ചായയൊക്കെ ഞങ്ങൾ കഴിക്കാനായിക്കിട്ടുണ്ട്. ഇന്ന് നമ്മളെ ഉച്ചക്കൊക്കെ ഉണ്ടാക്കാനുള്ള ഫുഡുകൾ ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടായ തൊടുവിലുണ്ടായത് തന്നെയാണ്. പായ ഇതാക്കണത് വായക്കൊല തൊടുവിന്ന് വെട്ടിക്കൊണ്ടുവന്നതാണ്. ഇത് ചീര നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിലേക്ക് പരിപ്പും ചീരയും കറി വെക്കാൻ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ തളമീനൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് അന്നത്തെ ഫുഡ് കേട്ടോ ഉച്ചക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ചോറ് തീമട്ടിട്ടുണ്ട്, വെന്തിട്ടില്ല. ചോറല്ല അരി തീമട്ടതാണ്, വെന്തിട്ടില്ല കേട്ടോ. ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ കായപ്പേരി തീമക്കുകയാണ്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ഇതുപോലെയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞതിലേക്ക് ഉപ്പും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വേഗമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മളെ ഉപ്പേരിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വറവിടുക. അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ലേശം കടുക് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതിലേക്ക് വെക്കുകയാണ്. 2 വറ്റൽമുളക് ഇട്ടെടുക്കുക. 2 കണ്ട് കറിവേപ്പില ഉപ്പേരിയിലേക്ക് ഒഴിച്ചെടുക്കണം. നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടോ. കറിവേപ്പിലൊക്കെ നല്ല ചെറിയ ഇല കിട്ടിയത് മറ്റുമൊന്നുമില്ല. അത്ര വെള്ളം മാറും ഇല ഉണ്ടാവുന്നില്ല. ഉപ്പേരി ഇട്ടൊക്കെയാണ്. അപ്പോൾ ഉപ്പേരി വാങ്ങിച്ചിട്ടോ. ഈ അടുപ്പത്തേക്ക് തന്നെ ചട്ടി മീൻ പൊരിക്കാറുള്ളത്. അപ്പോൾ മീനൊക്കെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കൂട്ടിയിരിക്കണത് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരച്ച് ചേർത്തതും കൂടി കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി മിക്സാക്കിയതാണ്. അപ്പം ഇനി ചട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മീനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഒരു ആഴ്ച മതിയായിട്ട് മറിച്ചിലൊക്കെ. ഇപ്പോൾ നമ്മളെ മീൻ വെച്ചിലൊക്കെ കഴിഞ്ഞിട്ട് മീനൊക്കെ മറിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ എടുത്തേക്കാണ്. ഇനി അടുപ്പത്തേക്ക് നമ്മൾ പരിപ്പ് തീമക്കുക കേട്ടോ. പരിപ്പും ചീരയും കൂടിയും കറിയാണ് അറിഞ്ഞില്ലേ. അപ്പോൾ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പരിപ്പിക്ക് ലേശം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ വന്നിട്ട് ഇല ഇടുകയാണ്. ഇപ്പോൾ ചീരയൊക്കെ പിന്നെ പരിപ്പൊക്കെ നല്ലോണം വെന്തിട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ അരിഞ്ഞ് വെച്ച ചീര ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ചീരയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് കേട്ടോ. ഇതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കുകയാണ്. തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടി അരക്കുകയാണ്. ഈ തേങ്ങ അരച്ച് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ അന്നത്തെ ഉച്ചക്കുള്ള എല്ലാ ഫുഡും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറും ഉപ്പേരിയും കറിയും എല്ലാം മീൻ പൊരിച്ചതും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നാളെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.